أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിലെ 15-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് ഉണ്ടായ ഒരു അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വിശ്വാസിയായ മനുഷ്യൻ റബ്ബിനോടുള്ള കടപ്പാട് കൃത്യമായി നിർവഹിക്കണം. പടച്ചവനോടുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കണം. 2 പടപ്പുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. പടപ്പുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് സ്വന്തം ശരീരത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കൽ. പിന്നെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കൽ. ഇത് പടപ്പുകളോടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൽപ്പെട്ട കാര്യം. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏകദേശം അവന് ഓർമ്മയും ബുദ്ധിയും തിരിച്ചറിവും ഉണ്ടായ നാള് മുതൽ മരണപ്പെടുന്നത് വരെ ജീവിച്ച കാലമത്രയും സംസാരിച്ചതും പ്രവർത്തിച്ചതും എല്ലാം നാളെ വിചാരണ ചെയ്യപ്പെടും, ചോദ്യമുണ്ടാകും എന്നതാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ പറയും മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ പ്രത്യേക വിശേഷ ബുദ്ധിയാണ് എന്നൊക്കെ നമ്മൾ പറയും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും മനുഷ്യന്റെ ഹിസാബ് പോലെയുള്ള ഹിസാബില്ല. മനുഷ്യന്റെ ഹിസാബ് കൃത്യമാണ്. കൃത്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറെ ചോദിക്കുക എന്നുള്ളതല്ല. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കൃത്യമാണ് ചോദ്യം. അത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. കൃത്യമായ രേഖ. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതും എല്ലാം കൃത്യമാണ്. ഓരോ രാവും ഓരോ പകലും രഹസ്യവും പരസ്യവും എല്ലാം വിചാരണക്ക് വരും, ചോദ്യം ചെയ്യപ്പെടും. ഇതൊരു വിശ്വാസി നിർബന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താണ്? ജീവിതം നന്നാകും. ഏത് ജീവിതം നന്നാകും? 2 ജീവിതവും നന്നാകും. മരിക്കണത് വരെ ഏതൊരാളും പടച്ചോണ്ടെന്ന് പറയണവനും പടച്ചോൻ ഇല്ല എന്ന് പറയണവനും നിഷേധിക്കുന്നവരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യം ഒരു നല്ല ജീവിതം. എല്ലാവരും ആഗ്രഹിക്കണം. പക്ഷെ ആത്യന്തികമായി ഒരു നല്ല ജീവിതം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കണം. ഒരാൾ തോന്നിയ മാതിരി ജീവിച്ചാൽ, ഒരു വേദഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു ഉത്ബോധനമോ ആവശ്യമില്ലാത്ത വിധം എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തോന്നുന്ന മാതിരി ജീവിക്കും എന്നൊരാൾ തീരുമാനിച്ചാൽ പലപ്പോഴും അത്തരം ആളുകൾക്ക് ജീവിത പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വെറും സന്തോഷം മാത്രമല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ വരും, ദുഃഖങ്ങളും സങ്കടങ്ങളും വരും. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? പടച്ച തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായി അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അവർക്ക് സാധിക്കും.
അപ്പൊ ഈ ലോകത്തെ ജീവിതവും നന്നാകും, മരണത്തിന് ശേഷമുള്ള ജീവിതവും നന്നാകും. അപ്പൊ ഇവിടെ ആയത്തുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അല്ലാഹു തന്ന അൽസിനത്തും അഫ്വാഹുമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അൽസിനത്തും അഫ്വാഹും. അൽസിനത്ത് എന്ന് പറഞ്ഞാൽ നാവുകളാണ്, അഫ്വാഹ് എന്ന് പറഞ്ഞ വായുകളാണ്. അപ്പൊ നമ്മുടെ നാവും നമ്മുടെ വായും അത് രണ്ടും നിസ്സാരമായ കാര്യമല്ല. നമുക്ക് ജീവിതത്തിൽ പല ദൗത്യങ്ങളും നിർവഹിക്കാനുള്ളതാണ്. നാവ് കേവലം രുചി അറിയാനും ടേസ്റ്റ് അറിയാനും ഉള്ളതല്ല, അതിനു വേണ്ടി മാത്രമുള്ളതല്ല നാവ്. വായ് എന്ന് പറയുന്നത് തിന്നാനുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ചില ആളുകൾ അവരുടെ നാവിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ വായയിലൂടെ പുറത്തു വരും. നാവിൽ നിന്ന് വായയിലൂടെ പുറത്തു വരും. അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. തഖ്റുജു മിൻ അഫ്വാഹിഹിം. വായയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും ഘനമുള്ള വാക്ക്, ഏറ്റവും ഗുരുതരമായ വാക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെ? വായയിൽ നിന്ന് വരുന്ന പല വാക്കുണ്ടാകും. ഒരു മനുഷ്യൻ സംസാരിക്കുന്ന ഏറ്റവും ദുഷിച്ച വാക്കുകളുണ്ടാകും, ഏറ്റവും മോശപ്പെട്ട വാക്കുകളുണ്ടാകും, ഏറ്റവും നല്ല വാക്കുകളുണ്ടാകും. അപ്പൊ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവകരമായ, ഏറ്റവും ദുഷിച്ച, ഏറ്റവും മോശപ്പെട്ട വാക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട വാക്കാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ വിശ്വാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്നാൽ ആ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നതിന്, അല്ലാഹുവിന് സന്താനമുണ്ട് എന്ന വാദം, അല്ലാഹുവിന് കുട്ടിയുണ്ട് എന്ന വാദം, ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന വാക്ക്, അതാണ് ഏറ്റവും ഗൗരവമുള്ള വാക്ക് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തതായിരുന്നു അൽസിനത്തും അഫ്വാഹും ബന്ധപ്പെടുത്തിയിട്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഖുർആനിന്റെ ഒരു പ്രത്യേകമായ, വളരെ മനോഹരമായ, കൃത്യമായ ഒരു പ്രയോഗമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഈ വായിലേക്ക് കൈ കൊണ്ടുപോകുക എന്ന് പറയും. വായിലേക്ക് കൈ കൊണ്ടുപോകുക എന്ന് പറയും. ഈ വായിലേക്ക് കൈ കൊണ്ടുപോവുക എന്നതൊരു പ്രയോഗമാണ്. രണ്ട് കാര്യത്തിനാണ് വായിലേക്ക് കൈ കൊണ്ടുപോവുക. ഇതിനൊക്കെ ഒന്ന് ഭക്ഷിക്കാൻ, രണ്ട് വായിലേക്ക് കൈ കൊണ്ടുള്ള കാര്യം. ഒന്ന് ഭക്ഷിക്കാൻ, രണ്ട് വായ പൊത്താൻ, വായ പൊത്തി പിടിക്കാൻ. ബ്രഷ് ചെയ്യലും ബാക്കിയൊക്കെ ആദ്യത്തെ കുട്ടികൾ. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മള് വായ പൊത്തി പിടിക്കാനാണ്. വായിലേക്ക് കയ്യ മടക്കാന്ന് പറഞ്ഞു, വായിലേക്ക് കൈ കൊണ്ടുക എന്ന് പറഞ്ഞു. ഖുർആനിൽ അല്ലാഹു തആല ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ആ പ്രയോഗം വായിലേക്ക് കൈ കൊണ്ടുപോകണം. അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾ സൂറത്ത് ഇബ്രാഹിം മറിക്കാം. സൂറത്ത് ഇബ്രാഹിം എല്ലാവരും മറിക്കണം. സൂറത്ത് ഇബ്രാഹിം 14-ാമത്തെ സൂറത്ത്, 14-ാമത്തെ സൂറത്ത്, സൂറത്ത് ഇബ്രാഹിം. സൂറത്ത് ഇബ്രാഹിമിലെ 9 മുതലുള്ള ആയത്ത്. ഒൻപത് മുതൽ 17 വരെയുള്ള ആയത്ത്.
ഓതിക്കോളൂ. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد واستفتحوا وخاب كل جبار عنيد واستفتحوا وخاب كل جبار عنيد من ورائه جهنم ويسقى من ماء صديد يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ നാളെ ഒരു മയ്യത്തായിട്ട് കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അനിവാര്യമാണ്, നിർബന്ധമാണ്. നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും കൊതിച്ചിട്ടില്ലെങ്കിലും നമ്മളാരും അതിന് തയ്യാറായിട്ടില്ലെങ്കിലും നമ്മളാരും തയ്യാറല്ലെങ്കിലും മയ്യത്തായിട്ടൊരു ദിവസം നമ്മൾ കിടക്കേണ്ടതുണ്ട്. അത് അനിവാര്യമാണ്, നിർബന്ധമാണ്.
ഇനി അതിന് എത്ര നാളുകൾ, എത്ര നിമിഷങ്ങൾ, എത്ര മണിക്കൂറുകൾ ബാക്കിയുണ്ട് എന്ന് മാത്രമേ അറിയാത്തതുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവകരമായ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരാണ്. ഈ ഭൂമിയിൽ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ജീവിതം ധന്യമാക്കാൻ എന്തെല്ലാം വേണ്ടതുണ്ടോ അത് മുഴുവൻ ഉണ്ടായിരുന്നു. ജീവിതം ധന്യമാക്കാൻ, ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ എന്തൊക്കെ വേണ്ടിയിരുന്നോ അതെല്ലാം ഉണ്ടായിരുന്ന പല സമൂഹങ്ങളും ഇവിടെ കഴിഞ്ഞുപോയി. അല്ലാഹ് പറയാണ്, അലം യഅതികും നബഉൽ ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വാർത്തകൾ നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? മുമ്പുള്ളവരെ കുറിച്ച് അറിയില്ലേ? കഴിഞ്ഞു പോയവർ ആരൊക്കെയാണ്? ഖൗമ നൂഹിൻ വആദിൻ വസമൂദ്. ഇതൊക്കെ ആരാ? ഒരുപാട് അനുഗ്രഹങ്ങൾ അന്ന് കൊടുത്ത സമൂഹം. ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹിച്ചതൊക്കെ കിട്ടിയ ആൾക്കാരാണ് ഇവരൊന്നും മോശക്കാരൊന്നല്ല, പട്ടിണി ദാരിദ്ര്യം ഉണ്ടായ ആൾക്കാരൊന്നുമല്ല. സന്തോഷമായിട്ട് ധന്യമായി ഐശ്വര്യത്തോടെ ജീവിച്ച ആൾക്കാരാണ്. എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന വേറെ കുറെ വിഭാഗങ്ങളും കഴിഞ്ഞുപോയി. അവരെ പറ്റി ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരം കിട്ടാത്ത വേറെ കുറെ ആൾക്കാർ ഭൂമിയിൽ കഴിഞ്ഞു പോയിക്കണം. ആദ്യ സമൂഹം മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് തലമുറകൾ നമുക്കറിഞ്ഞുകൂടാത്തവർ പലരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജാഅതുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത്. ഇവർക്കൊക്കെയും റസൂലുമാര് വ്യക്തമായ തെളിവുകളുമായി വന്നു. എങ്ങനെ? ഈ മനുഷ്യരിലേക്കൊക്കെ ആരാ വന്നത്? ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി വന്നു. അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കണ ഈ വേദഗ്രന്ഥം, ഖുർആനും പിന്നെ റസൂലുള്ള വന്നതൊക്കെ നമുക്കുള്ളത്, ഇന്ന് ജീവിക്കുന്ന നമുക്കുള്ളതാണിത്. എന്നാൽ അതിന് മുൻപുള്ളവരെ കുറിച്ച് അവർക്ക് ഒരുപാട് തെളിവുകൾ, വ്യക്തമായ തെളിവുകളുമായിട്ട് പ്രവാചകന്മാർ അവരുടെയൊക്കെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഉണ്ടായെന്നറിയാം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരുടെ വായകളിലേക്ക് അവരെ കൈകളെ മടക്കുകയാണ് ചെയ്തത്. അവരുടെ വായകളെ അവരുടെ കൈകളിലേക്ക് മടക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ വായിൽ നിന്ന് ചില കാര്യങ്ങൾ കേട്ട് അംഗീകരിച്ച് വരേണ്ടത് വരാതെ വായ മൂടി വെച്ചു നടന്നു. വായിലേക്ക് കൈകൾ മടക്കി നടന്നതാണ്. സ്വീകരിച്ചില്ല. അപ്പോ നമ്മളിപ്പോ ഖുർആൻ ക്ലാസ്സിൽ വരുന്നു, ഖുർആൻ ക്ലാസ്സിലേക്ക് ആൾക്കാരെ വിളിക്കുന്നു, ഖുർആൻ ക്ലാസ്സിലേക്ക് വരണമെന്ന് പറയുന്നു. കുറച്ച് സമയം ഖുർആൻ മറച്ചു വെച്ചതിന് മുന്നിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ പലതും അറിഞ്ഞ് മനസ്സിലാക്കി പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ട് ഉൾക്കൊണ്ട് പറയണം. ഈ പറയാന്നുള്ളത് വായിൽ നിന്ന് വരേണ്ടത് എപ്പോഴാ വരാന്നറിയാം? ശരിക്കും ഹൃദയത്തിൽ അങ്ങോട്ട് തട്ടി ഉറപ്പിച്ച് വിശ്വാസം ദൃഢമായിട്ട് പറയുന്നതാണ് വായിൽ നിന്ന് വരേണ്ടത്. അപ്പൊ എന്താ ഇല്ലാത്തതെന്ന് അറിയാം? ഇല്ലാതെ പോകുന്നത് കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, മനസ്സിലാക്കേണ്ടത് മനസ്സിലാകുന്നില്ല. അങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവനവന്റെ തൊള്ളയിൽ നിന്ന് വരേണ്ടത് വരാതെ വിഴുങ്ങിക്കളയാണ്. ഇതാണ് പറയുന്നത്. ബാക്കി വായിക്കുക. വഖാലു, അവര് പറഞ്ഞു, ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി വഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഉനാ ഇലൈഹി മുരീബ്. ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കൂല, ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ പറയുന്ന ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയമുണ്ട് എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് കുറെ സംശയങ്ങളുണ്ട്, ഞങ്ങളെ സംശയം തീരൂല.
അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല, ഞങ്ങൾ അതിന് കിട്ടൂല എന്നാണ് അവർ പറഞ്ഞത്. കാലത്ത് റുസുലുഹും, അപ്പം ഈ റുസുലുമാര് തിരിച്ചു ചോദിച്ചു, അഫില്ലാഹി ശക്കുൻ, അല്ലാഹുവിൽ സംശയം, അല്ലാഹു ഉണ്ട് എന്നതിന് എത്രയോ തെളിവുകൾ മുന്നിലുണ്ട്. അങ്ങനെയുള്ള അല്ലാഹുവിൽ സംശയിക്കും. ആരാണ് അല്ലാഹു? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്. ആകാശഭൂമികളെ മുന്നിൽ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അല്ലാഹുവിൽ സംശയമോ? ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ഇതൊക്കെ ഈ ആശയങ്ങൾ കിട്ടി ഇത് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് എന്താ ഗുണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ജീവിതം നന്നാകും എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചു പോവുകയാണല്ലോ. രണ്ടാമത്തെ കാര്യം എന്താണ്? വായിക്കേ, നിങ്ങളുടെ തെറ്റുകളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. അതിനാ വിളിക്കണം. നിങ്ങളെ വിളിക്കണത് എന്തിനാണ്? വിളിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകാനോ, വിളിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾ വെച്ചൊന്നുമല്ല. ഖുർആനിലേക്ക് വിളിക്കുന്നത്, പ്രവാചകന്മാർ വിളിക്കുന്നത്, വേദഗ്രന്ഥത്തിലേക്ക് വിളിക്കുന്നത് എന്തിനാന്നല്ല, നിങ്ങളുടെ ഗുണത്തിന് തന്നെയാണ്. നിങ്ങൾ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഇത് കാരണമാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയ്യത്തായിട്ട് കിടക്കേണ്ട ഒരു സമയം വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഒരുങ്ങിയാലും ഒരുങ്ങിയിട്ടില്ലെങ്കിലൊക്കെ അത് തയ്യാറാണ്, നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനാണ്. അപ്പം ആ ഒരു ദിവസം നിങ്ങൾക്ക് അന്തസ്സായിട്ട് പോകാം, സന്തോഷത്തോടെ തിരിച്ചു പോകാം, സന്തോഷത്തോടെ നിങ്ങൾക്ക് റബ്ബിലേക്ക് മടങ്ങാം. അപ്പൊ ഇവിടേക്ക് വന്നാൽ, ഈ ഗ്രന്ഥത്തിലേക്ക് വന്നാൽ, പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താണ്? നിങ്ങളെ പാപങ്ങൾ പുറത്ത് കിട്ടും എന്നതാണ്. ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം ഒരു വിശ്വാസിയായ മനുഷ്യന് വേറെന്താ വേണ്ടത്? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ പുറത്ത് കിട്ടാൻ കാരണമാകും. എന്തുകൊണ്ട് അത്രയും ഉറപ്പ് പറയാൻ കാരണം? എന്തുകൊണ്ട് അത്രയും ഉറപ്പ് പറയാൻ കാരണം? പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയാനുള്ള കാരണം, നമ്മളത് പൊറുക്കുമെന്ന് നമുക്ക് സംശയമാണ്. നമ്മൾ ചെയ്തതൊക്കെ പഠിച്ചോ പുറത്തു തരുമോന്ന് നമുക്ക് ഉള്ളിൽ സംശയം ഉണ്ടാവും. അതെന്തുകൊണ്ടെന്ന് അറിയാം? നമ്മളെ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ? ഞാനൊക്കെ പ്രാർത്ഥിച്ചാലേ, ഞാനൊക്കെ തോരുന്നാലേ എനിക്ക് പഠിച്ചോ പുറത്തു തരുമോ? പുറത്ത് തരാൻ പറ്റാത്ത വിധം ഞാൻ ചെയ്തിട്ടില്ലേ, എനിക്കൊക്കെ റബ്ബ് പൊറുക്കോ എന്ന് നമ്മൾ സ്വയം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സംശയം വരുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? നമുക്ക് പുറത്തിരുന്ന് പറയാനുള്ള കാരണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ നമ്മളെ പ്രാർത്ഥന മാത്രമല്ല, ഇത്തരം സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ആരെ പ്രാർത്ഥന കൂടി ഉണ്ടാവും? മലക്കുകളെ പ്രാർത്ഥന ഉണ്ടാകും, സത്യവിശ്വാസികളെ പ്രാർത്ഥന. നമ്മളെ പ്രാർത്ഥനക്കല്ലേ നമുക്കൊരു വിശ്വാസമില്ലായ്മ അല്ലേ? എങ്കിൽ വേദഗ്രന്ഥത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, പ്രവാചകന്മാർ വിളിച്ചിടത്തേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ, പ്രവാചകന്മാർ എടുക്കാൻ വിളിക്കണത് ഖുർആനിലേക്കാണ്, വേദഗ്രന്ഥത്തിലേക്കാണ്, അള്ളാഹുവിലേക്കാണ് വിളിക്കുന്നത്. അങ്ങനെ വന്നാൽ നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടും. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റു പലരും പ്രാർത്ഥിക്കുന്ന സംവിധാനം അല്ലാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി അവധി നീട്ടിത്തരികയും ചെയ്യും. കുറച്ചുകൂടി അവധി നീട്ടിത്തരും. കാരണം എന്താ? ഒരു സമൂഹം ദുഷിച്ചു പോകുമ്പോൾ ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിക്കും. മുൻ കഴിഞ്ഞ സമൂഹത്തിന് അങ്ങനെയാണ്. അപ്പം ഇവർ തിരിച്ച് മടങ്ങി തെറ്റുകൾ ഏറ്റു പറഞ്ഞ് അവർ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു എന്ത് ചെയ്യും? കുറച്ചുകൂടി അവർക്ക് കാലാവധി നീട്ടിക്കൊടുക്കും. അവര് പറഞ്ഞു, ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള മനുഷ്യന്മാരെ തന്നെയാണ്. എങ്ങനെ? ഞങ്ങളും നിങ്ങളെ മാതിരിയുള്ള മനുഷ്യന്മാര് മാത്രമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരോടും പ്രവാചകന്മാരും ആരെപ്പോലുള്ള മനുഷ്യന്മാരാണ്? ഇവര് പറഞ്ഞു ഞങ്ങളെമാരുള്ള മനുഷ്യന്മാരാണ് നിങ്ങളും.
അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തസുദ്ദൂന അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങൾ പൂർവികന്മാരായി ആരാധിച്ചു വന്നിരുന്ന വസ്തുക്കളെ ആ ആരാധനയിൽ നിന്ന് ഞങ്ങളെ തടയുക എന്ന ഒരു പുതിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തമായ തെളിവ് നിങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ പ്രവാചകന്മാരുടെ ആര് പറഞ്ഞു? നാട്ടിൽ പറഞ്ഞു. പ്രവാചകന്മാരുടെ വാക്കെന്ന ഞങ്ങൾ നിങ്ങളെ പോലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് എന്തില്ല, വേറെ ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നുമില്ല. ഇവര് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുമായി തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾ കുറെ കാലമായിട്ട് ജീവിച്ചു വരുന്ന ഈ ജീവിത രീതിയിൽ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. കാലത്ത് ലഹും റുസുലുഹും, അപ്പൊ ആ മുർസലീങ്ങൾ പറഞ്ഞു ഇന്നഹ്നു ഇല്ലാ ബശർ, എന്നർത്ഥം പറഞ്ഞാൽ ഇന്നഹ്നു ഇല്ലാ ബശർ, ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാര് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വലാകിന്നല്ലാഹ്, പക്ഷെ അല്ലാഹു യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് ഔദാര്യം അവരോട് കാണിക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പ്രത്യേകം ഔദാര്യം കാണിക്കും. ആ ഔദാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകത. ഞങ്ങൾ നിങ്ങൾ പറയുന്ന മാതിരി ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഓരോരോ മാജിക് കാണിക്കാനൊന്നും കഴിയില്ല. ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുമതി പ്രകാരം റബ്ബ് എന്താണോ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾക്ക് നൽകുന്നത്, അത് കാണിച്ചു തരാനേ പറ്റുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞു. ഏത് കാലത്തും ഈ മനുഷ്യന്മാർ ആരെ പിന്നാലെ പോവാറ്? ഈ അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന ആൾക്കാരെ പിന്നാലെ പോവാ. ഇപ്പൊ ഇന്ന് മനുഷ്യന്മാർ ആരാധിക്കുന്ന വേറെ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ, മനുഷ്യ ദൈവങ്ങളുണ്ടല്ലോ. അവരാരാധിക്കുന്ന കാരണം എന്താ പറയാ? ഇവര് പല അത്ഭുത സിദ്ധികൾ കാണിക്കുന്നുള്ള. അപ്പൊ ഏത് കാലഘട്ടത്തിലും മനുഷ്യന്മാർ ചോദിക്കണം, നിങ്ങൾ അത്ഭുത സിദ്ധികൾ കാണിക്കണം, എന്നാലും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ്. അവർ പറഞ്ഞു അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവർ അല്ലാഹുവിൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. ഞങ്ങൾക്ക് തവക്കുൽ ചെയ്യല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ വഴിയിലേക്ക് അവൻ, ഞങ്ങൾക്ക് യഥാർത്ഥ വഴിയിലേക്ക് അവന് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ ക്ഷമിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തവക്കൽ ചെയ്യുന്നവർ അല്ലാഹുവിൽ തവക്കൽ ചെയ്യും. പിന്നെ നാട്ടുകാർ ചെയ്യണം. പ്രവാചകന്മാർ വന്നപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞത് അനുസരിക്കാതിരുന്നാൽ പിന്നെ അവരെ പ്രവാചകന്മാരെ കൊല്ലുക എന്നുള്ളതാണ്, പ്രവാചകന്മാരെ ഉപദ്രവിക്കുക എന്നുള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാകണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനാണ് ഞങ്ങളെ അല്ലാഹു പറഞ്ഞയച്ചെന്ന്. ഞങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചേരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇനി നിങ്ങൾ ഞങ്ങളെ ഇത് പറഞ്ഞതിന്റെ പേര് ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. ഞങ്ങൾ ഒരിക്കലും എന്തെങ്കിലും അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഞങ്ങളെ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ ഉദ്ദേശം സത്യസന്ധമാണ്, നല്ലതാണ്. നാട്ടിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഇവര് പറഞ്ഞ വാക്ക് നാട്ടിൽ നിന്ന് പുറത്താക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം വന്ന മില്ലത്ത് നിങ്ങളുടെ മടങ്ങി വരണം, ഞങ്ങളെ നന്നാക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾ ജീവിക്കുന്ന ഈ മാർഗത്തിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരണം. അപ്പൊ അവരുടെ റബ്ബ് അവർക്ക് കൊടുത്ത വഹി ഇനി അവർ വെച്ചോണ്ടിരിക്കൂല, നശിപ്പിക്കാൻ പോവാണ്. അതാണ് മുൻ തലമുറകളിലൊക്കെ ഉണ്ടായത്. അവർക്ക് ശേഷം ഭൂമിയിൽ നാം ആൾക്കാരെ താമസിപ്പിക്കും. ഭൂമിയിൽ മനുഷ്യന്മാരില്ലാതിരിക്കുന്നില്ല. നമ്മൾ ഇല്ലാച്ചിട്ട് ഇവിടെ മനുഷ്യന്മാർ തീരുന്നില്ല. ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ വരും. നമ്മളവിടെ പോകും. നമ്മളൊക്കെ സമയം നമ്മൾ പോകും. നമ്മളെ വാപ്പാരി പോയില്ലേ, നമ്മളെ പൂർവികന്മാര് പോയില്ലേ? ഒക്കെ പൂതി ഉണ്ടായിട്ട് പോയതാ? ജീവിച്ച് പൂതി തീർന്നിട്ട് പോയതാണോ? അല്ല. മനസ്സിലായില്ലേ? അതിന് ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ ഓരോരുത്തർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറെ ആൾക്കാർ അങ്ങനെ ഭൂമിയിൽ വരും ചെയ്യും. ബാക്കി ഈ പറഞ്ഞ എന്റെ മുന്നിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. എന്റെ വാഗ്ദാനത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടിയുമാണ്. ഇതിനതൊക്കെ പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന് ലിമൻ ഖാഫ മഖാമി, ഏതാണത്? അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി
വനഹൻ നഫ്സ അനിൽ ഹവ. സൂറത്ത് നാസിആത്ത് ഖാഫ മഖാമ റബ്ബി, അതാണ് ഈ ആയത്ത്. ലിമൻ ഖാഫ മഖാമി, കാരണം റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ദിവസമുണ്ട്, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്. വഖാഫ വഈദ്, എന്റെ വാഗ്ദാനത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വായിച്ചു നോക്കുക. അത് ഇനി പറയാൻ പോകുന്നത് എന്താ അറിയോ? ഇതൊക്കെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ വരാൻ പോകുന്ന നരകത്തിലെ ഏറ്റവും ഭീകരമായ ശിക്ഷകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി അതിനുശേഷം പറയാൻ പോകുന്ന ആയത്തുകളിലുള്ളത്. അത് വായിച്ചു നോക്കാം. അപ്പൊ ഈ പറഞ്ഞതിന്റെ ഇത്രയും ആയത്തുകളുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ അല്ലാഹു തആല പടച്ച നാള് മുതൽ അവന് വായ കൊടുത്തിട്ടുണ്ട്, നാവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ച് പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇത് രണ്ടും അതിന്റെ മട്ടത്തിന് ഉപയോഗിക്കണം. ഇത് രണ്ടും അതിന്റെ മട്ടത്തിന് അതിന്റെ ശരിയായ ദിശയിൽ ഉപയോഗിക്കണം എന്നാ പറഞ്ഞു കൊടുത്തത്. അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇനി ഓരോ വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ അവർക്ക് വരാൻ പോകുന്നത് വളരെ മോശകരമായ ഒരു പര്യവസാനമായിരിക്കും. അത് അവൻ ഈ ദുനിയാവിൽ വേർപിരിഞ്ഞ് പോണ സമയത്തും അതിനുശേഷം പാരത്രിക ലോകത്തും അവന് വരാൻ പോണത് വളരെ മോശമായ അവസ്ഥയായിരിക്കും. അപ്പം നമ്മള് പിന്നെ ഒരാള് മരിച്ചാല് ആദ്യം എന്താ അടക്കുക? കണ്ണടക്കണം, പിന്നെ വായ കെട്ടും, അല്ലേ? വായ കെട്ടും, താടി കെട്ടും. എന്തിനാണ്? വായ അടഞ്ഞു നിൽക്കാൻ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും താട കെട്ടാൻ വന്നാൽ സമ്മതിക്കും? നമ്മള് പെങ്ങളാരെങ്കിലും പിടിച്ചു വെച്ചിട്ട് താട കെട്ടാൻ വേണ്ടി വന്നാൽ സമ്മതിക്കോ? ഇല്ല. എന്താ താട കെട്ടാൻ? ഇനി ഒന്നും കൊണ്ട് പറയണ്ട, ഇനി ഒന്നും കൊണ്ട് പറയണ്ട, മിണ്ടണ്ട, ഇനി തൊള്ള തുറക്കണ്ട, ഇതിക്കൊന്നും തരാനുമില്ല, തരൂല്ല, വള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഇങ്ങോട്ടൊന്നും കൊണ്ടും വേണ്ട, ഇങ്ങോട്ടൊന്നും പറയും വേണ്ട. ഈ ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും വരാൻ പോവാ. അപ്പൊ അതിനെന്താ? അതിന് മുമ്പ് നമ്മൾ വേണ്ടത് നമുക്ക് അല്ലാഹു തന്നത് നല്ല അതിന്റെ മട്ടത്തിന് ഉപയോഗിക്കാം. തിന്നണമെന്ന് നമുക്ക് വയല് പറഞ്ഞിറങ്ങാം, തിന്നണമെന്ന് വയല് പറയണ്ട, നമ്മൾ തിന്നോളൂ. തിന്നാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തിക്കോളും. പക്ഷെ അല്ല പറഞ്ഞു നമ്മൾ തിന്നുന്നത് ഹലാലൻ ത്വയ്യിബാകണം എന്നല്ല പറഞ്ഞു. തിന്നണമെന്ന് പ്രത്യേക വയല് പറയണ്ട, നമ്മൾ തിന്നോളൂ. പക്ഷെ അല്ല പറഞ്ഞത് തിന്നണത് ഹലാലും ത്വയ്യിബുമാകണം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ കാര്യം ഹലാലും ത്വയ്യിബുമാകണം എന്ന് പറഞ്ഞു. തിന്നണമെന്ന് അല്ലാഹു തആല പറഞ്ഞ എന്റെ കാര്യം നമ്മൾ തിന്നോളൂ. മനസ്സിലായില്ല? ഇനി ഇതിൽ നിന്ന് വരുന്ന വാക്കുകൾ, തൊള്ളയിൽ നിന്ന് വരുന്ന വാക്കുകൾ, അപ്പൊ നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് ഉള്ള കാലം നമ്മളത് ഉപയോഗപ്പെടുത്തും. നാവും തൊള്ളി ഉപയോഗപ്പെടുത്തപ്പെടും. അവസാന സമയം വരെ നമുക്ക് എന്ത് വേണം? നല്ല രുചികരമായ ഭക്ഷണം വേണം, രുചികരമായ പാനീയം വേണം, അല്ലേ? ഇപ്പൊ വയസ്സായ ആൾക്കാര്, രോഗികളായ ആൾക്കാർക്കൊക്കെയുള്ള പരാതി എന്താണ്? ഇഷ്ടമുള്ളത് തിന്നാൻ വയ്യാതെ, അല്ലെ? പരാതി എന്താണ്? ഇഷ്ടമുള്ളത് വായ്ക്ക് രുചിയായിട്ട് തിന്നാൻ കഴിയുന്നില്ല, അല്ലെ? ഇതാണ് നമുക്കെല്ലാവർക്കും ഈ വയസ്സായ ആളുകൾക്ക്, രോഗികളായ ആളുകളുടെ പരാതി. രുചികരമായത് ഇഷ്ടമുള്ളത് തിന്നാൻ കഴിയുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ഏതവസ്ഥയിലും നമ്മളെ വായിൽ നിന്ന് വരേണ്ട, വായ അങ്ങോട്ട് പോകാൻ മാത്രമുള്ളതല്ല, ഇങ്ങോട്ട് ചിലത് വരാനുണ്ട്, ഇങ്ങോട്ട് വരാനുണ്ട്. ആ വരാനുള്ള വാക്കുകളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കട്ടി കൂടിയ വാക്ക് വരരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ല വാക്കുകൾ വരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നമ്മളെ തൊള്ളിയിൽ നിന്ന് വരേണ്ടതാണ്. ഇത് താട കെട്ടുന്നതിന് മുമ്പ് പരമാവധി വരണം. മനസ്സിലായില്ലേ? പരമാവധി നമുക്ക് എത്ര പറയാൻ പറ്റുമോ അത്രയും നമ്മളെ ഈ താട കെട്ടുന്നതിന് മുമ്പ് നമ്മളെ വായിൽ വരണം. അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. നമ്മളെ വായിൽ ഒരു ദിവസം എടുത്തോളി കഴിഞ്ഞ ഇന്നലത്തെ ഒരു ദിവസം എടുത്തോളി. അതിന് നമ്മളെ തൊള്ളിക്ക് കുറേ പോയല്ലോ. അൽസിനത്തും അഫ്വാഹും പഠിക്കുമ്പോൾ ഇന്നലെ നമ്മൾ കുറേ വെള്ളം കുടിച്ചു, കുറേ ഭക്ഷണം കഴിച്ചു.
കുറേ സംസാരിച്ചു അല്ലേ? അപ്പൊ ഇന്നലെ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഒന്നും കുറവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊക്കെ കുറെ ദിവസങ്ങളായിട്ടൊക്കെ ഒരേപോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്നത് കുറവാണോ കൂടുതലാണോ നോക്കുക. നമ്മൾ സംസാരിച്ച സംസാരങ്ങളിൽ തസ്ബീഹും തഹ്മീദും അല്ലാഹനെ കുറിച്ചുള്ള കാര്യങ്ങളും ദിക്റുകൾ അദ്കാറുകൾ വന്നോ, ഖുർആൻ ആയത്തുകൾ വന്നോ, ഖുർആൻ ഓതേണ്ട സൂറത്തുകൾ ഓതിയോ നമ്മൾ ചിന്തിക്കുക. നമുക്ക് അറിയോ, പഠിച്ചിട്ടുണ്ടോ എന്നത് ആലോചിക്കാം. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന ക്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി, ഈ ക്ലാസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഇവിടെ ഓരോ ആഴ്ചയിലും ഓരോ വ്യത്യസ്ത വിഷയങ്ങൾ വരുന്നു. നമ്മൾ ആയത്ത് കാണുന്നു, നമ്മൾ ഓതുന്നു. ആയത്ത് കാണുന്നു, കണ്ണ് സാക്ഷിയാണ്, നമ്മുടെ വായ സാക്ഷിയാണ്. നമ്മളത് അതിന്റെ അർത്ഥം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഹൃദയത്തിലേക്ക് വരുന്നു. കാണാതെ പഠിക്കേണ്ട ദിക്റുകളും ആയത്തുകളൊക്കെ ബോർഡിൽ എഴുതിയിട്ട് ആ സമയത്ത് അത് പഠിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ആ ഗുണങ്ങളെമ്പാടുണ്ട്. അത് ആരും നിർത്തിക്കളയരുത്, വേണ്ടാന്ന് വെക്കരുത്. നമുക്ക് മരണം വരെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. മഹത്തായ അനുഗ്രഹം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. ഒന്ന്, ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെ സൽഫി സെന്ററിൽ വെച്ച് 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം ഈ വെക്കേഷൻ കാലത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താ ഉണ്ടാകാന്ന് വെച്ചാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസം എന്താകണം, കർമ്മങ്ങൾ എങ്ങനെയാകണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ ചങ്ങാതിമാരെ കൂട്ടുകാരെ സ്വീകരിക്കാം, ഇന്നത്തെ ചതിക്കുഴികൾ എന്തൊക്കെയാണ്, നമ്മളെവിടൊക്കെ വ്യക്തിപ്പെടും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന രൂപത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 3 മണി വരെയുള്ള ടൈമിന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ മക്കളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്താൽ മതി. നമ്മളെ മക്കളെ മാത്രമല്ല, നമ്മളെ കുട്ടികള്, സാധാരണ നമ്മളെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ, കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഓരോ കൂടെ കുറച്ച് കമ്പനിക്കാരുണ്ടാവില്ല. ഇപ്പൊ അയൽവക്കത്ത് പോയി അയൽവക്കത്തെ കുട്ടീനെ കൂട്ടിയാ പോവാ അല്ലേ? അങ്ങനെ കുട്ടികളെ കൂടി ഇതിലേക്ക് പറഞ്ഞേക്കാം. നിങ്ങൾ വിളിച്ചോളി, എന്തായിരുന്നാലും വരും. ഇപ്പത്തെ അവസ്ഥ എന്താ? ഇപ്പത്തെ അവസ്ഥ പല വീടുകളിലും രക്ഷിതാക്കള് എങ്ങനെയെങ്കിലും ഈ കുട്ടിയേക്ക് ഏതെങ്കിലും വിധേനെ കുറിച്ച് ദീന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വീട്ടിലെ രക്ഷിതാക്കൾ ഭൂരിപക്ഷം. കാരണം അമ്മാതിരിയാണ് ഇന്ന് നമ്മളെ രാജ്യത്തിന്റെ ലോകത്തിന്റെ അവസ്ഥ. എങ്ങനെയെങ്കിലും കുട്ടിക്ക് കുറച്ച് ദീന്, ആഖിറം, പരലോകമായിട്ട് ബന്ധപ്പെട്ട കാര്യം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം ഇല്ലാതെയാകുന്നത് എന്താ? ഇല്ലാതെയാകുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഉണ്ടായി വരുന്നതൊക്കെ ദുനിയവിയായ കാര്യങ്ങളാണ്. കുറവ് വരുന്നത്, ശോഷണം വരുന്നത് ഏതാ? 2025 കഴിഞ്ഞ് 2026 കടക്കുമ്പോൾ കുറേ മെച്ചങ്ങളുണ്ട്, കുറേ പുരോഗതികളുണ്ട്. പക്ഷേ അധോഗതി ഉണ്ടല്ലോ. അധോഗതികൾ ഏതൊക്കെയെന്ന് അറിയുന്നത്? അതിലേറെയും നന്മകളാണ്, പരലോകത്തേക്കുള്ളതാണ് പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ വരും അവരും. അപ്പൊ വിളിച്ചാൽ മതി, ക്ഷണിച്ചാൽ മതി, അവരെ കൂടി പറഞ്ഞേക്കാം. അപ്പൊ അവിടെ ആ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇസ്ലാമികമായി ബോധം കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതാരും തള്ളിക്കളയണ്ട. ഞായറാഴ്ചയാണ് കല്യാണമുണ്ട്, സൽക്കാരുണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ട. സൽക്കാരൊക്കെ നമുക്ക് പിന്നെ കിട്ടും, ഇത് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കുക. ആ കുട്ടികളെ 3 മണി വരെ അവിടെ കൊണ്ടുപോയി ആക്കുക. ആ കാര്യം പറയാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ ക്ലാസ്സിലെ സ്ഥിരമായിട്ട് വന്നിരുന്ന പഠിതാവാണ് നമ്മളെ ബൗട്ടി സാഹിബ്. അദ്ദേഹം ഒരു സർജറിക്ക് വിധേയനാവുകയാണ്. ബ്രെയിൻ സർജറി, പ്രയാസകരമായ വലിയ സർജറിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർജറി കഴിഞ്ഞോ? ഇല്ല, സർജറിക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സർജറി വിജയപ്രദമാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല ശരീരത്തിന് പൂർണ്ണമായ ആഫിയത്ത് നൽകി അദ്ദേഹം ഖുർആൻ പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ളവനായി വന്നൊരു വ്യക്തിയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖുർആൻ പഠിക്കാൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്ന നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ മാരകമായ വേദനയേറിയ പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ